дать пацана посчитать потери. Суммы нули погибают на сцене. Снова один прогуляюсь без тени. Заливаю лик, поцелуй на шее. Как там правда назад. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 21/10/2022 വെള്ളിയാഴ്ച. അപ്പം നമ്മളുടെ ഇന്നത്തെ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഓഫ് ചെയ്യട്ടെ. ക്ലീൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രെൻഡ് നോക്കാം. അപ്പം ഇന്ന് നമ്മളുടെ ഏഷ്യ കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ലണ്ടനിലൊരു എൻട്രി ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടായി. അപ്പോൾ എനിക്കറിയായിരുന്നു അത് ഏഷ്യൻ ഹൈസ് എടുക്കാനാണ്. പിന്നീട് ഞാൻ കരുതി ഇതിൻ്റെ മേളിൽ പോകുന്നു. പക്ഷേ ഞാൻ 50% നോക്കിയുള്ളൂ. ഏകദേശം അവിടെ വന്നു. 50% വന്ന് നമ്മളുടെ FEG മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് പോയി. അപ്പം FEG മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ലണ്ടനിൽ നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നു. നമ്മളുടെ എൻട്രി ഇവിടെ ചെറിയൊരു FEG ഫോം ചെയ്തിട്ടുണ്ട് 5 മിനിറ്റ്. ഓക്കെ, അതുപോലെ ഞാൻ ആ എൻട്രിയാണ് എടുത്തത്. ഇവിടെ നമ്മളുടെ BMS ബ്രേക്ക് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഇത് നമ്മുടെ OB-ആണ്. അപ്പം ലിക്വിഡിറ്റീസ് സെൽ സൈഡിലെല്ലാം ഗ്രാബ് ചെയ്ത് കഴിഞ്ഞു. ഏഷ്യൻ ലോ ഗ്രാബ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് വിക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അടിച്ചു. അതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണോ? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. വിത്ത് FEG ഉണ്ടോ? FEG ഉണ്ട്. 5 മിനിറ്റ് FEG ഉണ്ട്. 3 മിനിറ്റ് വേണമെങ്കിൽ പോയി നോക്കിയാൽ നല്ലൊരു FEG ഫോർമേഷൻ ഉണ്ടോ നോക്കാം. 3 മിനിറ്റ് ചെറിയ FEG ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഞാനിവിടെയാണ് എൻട്രി എടുത്തത്. എനിക്ക് ആ 5 മിനിറ്റ് FEG മതി. അതുമല്ല, നമുക്കറിയാം ഏഷ്യൻ ലോ ലിക്വിഡിറ്റിയാണ്. അത് കഴിഞ്ഞ് ഇത്തരമുള്ളൊരു ലിക്വിഡിറ്റിയിലേക്ക് തിരിച്ച് പ്രൈസ് പോകണമെന്ന്. അപ്പം ഞാനിവിടെ ഒരു എൻട്രി എടുത്തു. നല്ല റിയാക്ഷൻ ആയിരുന്നു, ലോങ് ആയിരുന്നു. കറക്റ്റ് അതിനകത്തോട്ട് മിറ്റിഗേഷൻ വന്നപ്പം ഇതാണ് നമ്മളുടെ ആദ്യത്തെ ലണ്ടനിലുണ്ടായിരുന്ന എൻട്രി. നൈസാണ്. 1:4 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ 50% വെക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ 50% വെക്കാമായിരുന്നു. പക്ഷേ 50% TP അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. ആ FEG മിറ്റിഗേറ്റ് ചെയ്ത്. ആ FEG വേണമെങ്കിൽ നമുക്ക് വെക്കാമായിരുന്നു. FEGയുടെ ടോപ്പിലേക്ക്. അതാണ് നമ്മൾ മാഗ്നറ്റ്. അതാണ് നമ്മളെ അവിടേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പം അതൊരു 1:5 ഉണ്ടായിരുന്നു. കറക്റ്റ് ഒരു 1:5. ഞാൻ പകുതി വിടുമല്ലോ. അത് പോയി, ബ്രേക്ക് ചെയ്യാനായി. അത് ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ലോസ് എല്ലാം സ്വീപ്പ് ചെയ്തു. ഈ വീക്കിലുണ്ടായിരുന്ന ലോസ് എല്ലാം സ്വീപ്പ് ചെയ്തു. മൺഡേ ലോ സ്വീപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പ്രീവിയസ് വീക്കിലുണ്ടായിരുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഷോർട്ട് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. ഇതാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, അല്ല ഇൻറ്റേർണൽ ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ലിക്വിഡിറ്റി. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ലിക്വിഡിറ്റി. അത്രേ ഉള്ളൂ അതിനകത്ത് വേറൊന്നുമില്ല. അപ്പം ഇത്രയും ഒരു ലിക്വിഡിറ്റി പൂളായിരുന്നത്. അത് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ലെഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്വീപ്പ് ചെയ്ത് എന്നുള്ളത് വിക്ക് കണ്ടോ? വിക്ക് ക്ലോസ് ചെയ്തേക്കുന്നുണ്ടോ? ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുക, വിക്ക് ക്ലോസ് ചെയ്തു. ഇത്രയും വിക്കായിരുന്നു. നമ്മളുടെ ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല. റിജക്ഷൻ ആയിരുന്നു നല്ല. അപ്പം നമ്മളുടെ ന്യൂയോർക്ക് ഓപ്പണായി. നമുക്ക് 5 മിനിറ്റ് പോകാം. ന്യൂയോർക്ക് ഓപ്പണായി കഴിഞ്ഞപ്പം ഇത് ഞാൻ എടുത്ത എൻട്രിയാണ്. അത് ഞാൻ എങ്ങനെ എടുത്തതെന്ന് പറഞ്ഞുതരാം. അപ്പം ന്യൂയോർക്ക് ഓപ്പണായി കഴിഞ്ഞ് നമ്മളുടെ കറക്റ്റ് 8:30 ആയപ്പം ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് തന്നത്? BMS ടോട്ടലിലേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. വിത്ത് FEG ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് തന്നത്.
ആദ്യം ഇവിടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നത്, നമുക്കവിടെ എൻട്രി കിട്ടിയില്ല. ഓക്കെ, പിന്നീട് വലിയൊരു FEG ഫോം ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ആ FEG റിയാക്ഷനിൽ ഞാൻ അവിടെ ഒരു എൻട്രി എടുത്തു. അത് 1 മിനിറ്റിലാണ് എൻട്രി എടുത്തത്. അത് കറക്റ്റ് FEGയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത സമയത്ത് 1 മിനിറ്റിൽ നമ്മളുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ല BMS ഈ ആൾക്കാരോട് പറഞ്ഞ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാൻ തുടങ്ങി. അപ്പം മേളിലേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നപ്പം നമ്മളുടെ FEG ഇതാണ്. ഞാനിവിടെ ഒരു എൻട്രി എടുത്തു. എന്തി ഇതായിരുന്നു എൻ്റെ എൻട്രി. ഞാൻ എന്നിട്ട് ലണ്ടൻ ഹൈ വെച്ചു. യെസ്, അതൊരു 1:4 ഉണ്ടായിരുന്നു, 1:4 പോയിൻറ്റ് സംതിങ്. അപ്പം അത് രണ്ടാണ് ഇന്നത്തെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ. നൈസായിരുന്നു. ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു, മേളിലേക്ക് റിവേഴ്സൽ, നൈസ്. അപ്പോൾ ഇതായിരുന്നു. ഇനിയിപ്പം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഇനി തിരിച്ച് എൻട്രി വന്നോന്ന് ചോദിച്ചാൽ FEG ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇനി ചിലപ്പോൾ ഒന്നുകൂടി സ്വീപ്പ് ചെയ്ത് ചിലപ്പോൾ മേളിലേക്ക് പോകാം, അല്ല വീണെങ്കിൽ വീണ്ടും താഴേക്ക് വരാം, നമുക്കറിയത്തില്ല. ഭയങ്കര ഹെവി മാനിപ്പുലേഷനാണ് ഈ വീക്കിൽ നടന്നുകൊണ്ടിരുന്നത്. കാര്യം നല്ലൊരു സെൽ മോഡലും കിട്ടിയില്ല, നല്ലൊരു ബൈ മോഡലും കിട്ടിയില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ സിനാരിയോ വെച്ചിട്ട് നമ്മളുടെ ഈ ലിക്വിഡിറ്റി ഗ്രാബ് നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ പ്രൈസ് വരുന്നില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. പക്ഷേ നമ്മൾ റിയാക്ഷൻ അനുസരിച്ച് ട്രേഡ് ചെയ്യായിരുന്നുണ്ടെങ്കിൽ നൈസ് എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻട്രീസ്. അപ്പം നാളെ നമുക്ക് വീക്ക്ലി അനാലിസിസ് ചെയ്യാം, എന്തൊക്കെ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്നുള്ളത്. എന്നിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം ഓക്കെ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.